നാസർ, ഈ ഗൾഫ് രാജ്യങ്ങളുടെ മേലുള്ള ആക്രമണം തുടരുകയാണോ ഇറാൻ? അജിംസ്, രണ്ട് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നത്. ഒന്ന് ബഹ്റൈനാണ്, അവിടെയാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുവൈത്ത്, വ്യോമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കുവൈത്ത്, ഈ 2 രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആക്രമണം നടക്കുന്നത്. നേരത്തെ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ആക്രമണം 2 അതോടൊപ്പം തന്നെ ജോർദാനിലെ അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേർക്കും മാത്രമായിട്ട് ഇപ്പോൾ ഇറാൻ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, തങ്ങളുടെ എണ്ണ കയറ്റുമതിക്ക് അനുമതി നൽകുന്നില്ല എങ്കിൽ ഈ മേഖലയിലെ ഒരു രാജ്യങ്ങളുടെയും എണ്ണ കയറ്റുമതിക്ക്, അതിന്റെ വിനിമയത്തിന്, ഇടപാടുകൾക്ക് തങ്ങളും അനുവദിക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ സംഘർഷം കൂടുതൽ പടരാൻ അവസ്ഥ ഉണ്ടാക്കുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വെളുപ്പിന് ഇറാഖിലെ ഇർബിൽ പട്ടണത്തിന് നേരെയും മിസൈൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇർബിലും അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലും ആക്രമണത്തിലേക്ക് അവർ കൂടി പങ്കാളിത്തം വഹിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മേഖല സംഘർഷം കുറെ കൂടി വ്യാപ്തിയിലേക്ക് പോയേക്കുമെന്ന ആശങ്ക കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണം, അതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി വേണമെന്ന ഒരു പ്രതികരണമാണ് ഇറാൻ ജനതയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അജിം, ശരി.